എംപ്ലോയ്മെന്റ് വിസ നാട്ടിലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം കോൺസുലേറ്റിൽ പോകേണ്ടതുണ്ടോ ഇല്ലയോ? അത് തീർച്ചയായിട്ടും പോകണം. ദുബൈ എമിറേറ്റ്സ് ഒഴികെയുള്ള എല്ലാ എമിറേറ്റ്സിലുള്ള ആളുകളും ഔട്ട്സൈഡ് കൺട്രി വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് വിസയുടെ കാര്യമാണ് പറയുന്നത്, ഫാമിലി വിസയല്ല. അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും ഫിംഗർ പ്രിൻറ്റ് മെഡിക്കലൊക്കെ എടുക്കാൻ തിരുവനന്തപുരം പോകണം. മെഡിക്കൽ വരുന്നത് അപ്രൂവ്ഡ് സെൻറ്ററുകളാണ്. ഫിംഗർ പ്രിൻറ്റ് എടുത്തുകൊണ്ട് പാസ്പോർട്ട് ഒറിജിനൽ അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്, ആദ്യമായിട്ട് നിങ്ങളുടെ ഓഫർ ലെറ്റർ കമ്പനി അപ്ലൈ ചെയ്യുന്നു. ശേഷം അതിന് ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ടുള്ള അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തരും. അതിൽ കോൺസുലേറ്റുകൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോയിൻമെൻറ്റ് എടുത്ത് ആ ഒരു അപ്പോയിൻമെൻറ്റ് മുന്നോടിയായി നിങ്ങളുടെ മെഡിക്കൽ ടെസ്റ്റ് എടുത്ത് വെച്ചിരിക്കണം. എന്നിട്ട് ആ മെഡിക്കൽ ടെസ്റ്റ് റിസൾട്ടും ഒറിജിനൽ പാസ്പോർട്ടും ആയിക്കൊണ്ട് അവിടെ പോകണം. നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റിൻ്റെ അന്ന്. ശേഷം ഒറിജിനൽ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഫിംഗർ പ്രിൻറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ അപ്രൂവൽ നിങ്ങളുടെ എംപ്ലോയർക്ക് പോകും. അവർ ലേബർ പേയ്മെൻറ്റ്, എൻട്രി പെർമിറ്റ് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ എൻട്രി പെർമിറ്റിൻ്റെ ഒരു അപ്രൂവലും ഒറിജിനൽ പാസ്പോർട്ടുമാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഇതിലൊരു പ്രശ്നം വരുന്നത്, ദൂരെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ 1-2 ദിവസമൊക്കെ അവിടെ താമസിക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ ഏറ്റവും ബെറ്റർ അവിടെയുള്ള തിരുവനന്തപുരം ഭാഗത്തൊക്കെയുള്ള ഏജൻറ്റുമാരെ സമീപിച്ച് അവരുടെ അടുത്ത് പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തുകൊണ്ട് കിട്ടും. ശേഷമാണ് ലേക്ക് വരേണ്ടത്. അപ്പോൾ ഇതിൽ പല ആളുകൾക്കും സംശയം, നാട്ടിൽ നിന്ന് മെഡിക്കൽ എടുത്താൽ പിന്നെ യിൽ മെഡിക്കൽ എടുക്കേണ്ടതുണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും യിലും മെഡിക്കൽ എടുക്കണം. ഫിംഗർ പ്രിൻ്റൊക്കെ യിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വിഷയം എല്ലാവരും അറിഞ്ഞിരിക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനെ വിസിറ്റ് വിസയിൽ യിലേക്ക് വന്നുകൊണ്ട് മാറാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. നിങ്ങളുടെ ഒരുപാട് സമയ വേസ്റ്റൊക്കെ ഒഴിവാക്കാൻ നല്ലതാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്ത് വരുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് ഒരു 20,000 രൂപയോളം ചിലവ് വരുന്നുണ്ട്. ചേഞ്ചസ് ചാർജസിന് ഓൾറെഡി 700-600 സംതിങ് പേയ്മെൻറ്റ് വരുന്നത്. ആ ഒരു പേയ്മെൻറ്റ് മാത്രമേ നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്നുള്ളൂ. നിങ്ങളുടെ ഒരുപാട് സമയവും ലാഭമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഒരുപാട് ആളുകളൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനിയാണ്. തീർച്ചയായിട്ടും നാട്ടിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ എല്ലാ മെഡിക്കലും കാര്യങ്ങളൊക്കെ പ്രൊസീജിയർ പൂർത്തിയായിട്ടായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു വിഷയം എല്ലാവരും അറിഞ്ഞിരിക്കണം എന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്